സാറേ, തീവ്ര ഇടതുപക്ഷവാദിയും അതുപോലെ തന്നെ ശതകോടീശ്വരനൊക്കെ ആയിട്ടുള്ള ജോർജ് സോറോസ് ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണല്ലോ, ഒരു കുറേ അധികം 200-ലധികം റേഡിയോ സ്റ്റേഷനുകളൊക്കെ വാങ്ങി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം? തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിട്ട് ട്രംപിനെതിരെയാണ്. ട്രംപ് നാഷണലിസ്റ്റാണ്, മോദി നാഷണലിസ്റ്റാണ്. നാഷണലിസത്തിനെതിരാണ് സോറോസ്. ആ പരിപാടി പറ്റില്ല. ദേശീയതയൊന്നും പുള്ളി അങ്ങനെ അംഗീകരിക്കുകയോ നിലനിർത്താനായിട്ട് സമ്മതിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഇപ്പോൾ 200-ലധികം എന്നാണ് പറയുന്നത് റേഡിയോ സ്റ്റേഷനുകൾ. അതൊരു ശൃംഖല അവിടെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ റേഡിയോ സ്റ്റേഷനുകളുടെ ശൃംഖല. അത് പാപ്പരായി പല കാരണങ്ങൾ കൊണ്ടും. ഒഡാസി എന്നാണ് അതിൻ്റെ പേര്, ഒഡാസി. ആ രണ്ടാമത്തെ ശൃംഖല അയാളിപ്പോൾ വാങ്ങാനായിട്ട് കരാറൊക്കെ ഒപ്പിട്ടു. പക്ഷെ അതിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെമോക്രാറ്റുകളാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈഡൻ. അതുകൊണ്ട് വഴിവിട്ട ചില കാര്യങ്ങൾ സോറോസിന് വേണ്ടി ചെയ്തു കൊടുത്തതായിട്ട് ആരോപണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുരുക്കിൽ 165 മില്യൺ കേൾവിക്കാർ മാസം ഇതിനുണ്ട്. ഒട്ടും മോശമല്ല, കാരണം രണ്ടാമത്തെ വലുതാണല്ലോ. അപ്പോൾ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ അവർ ഈ വാങ്ങാനുള്ള ഇയാളുടെ നീക്കം അതിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വയർ, സാറ്റലൈറ്റ്, കേബിള്, ഇങ്ങനെ റേഡിയോ, ഈ വക കാര്യങ്ങളൊക്കെ നോക്കുന്ന കമ്മീഷനാണത്. അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെ വേണം, എങ്ങനെ വിദേശ നിക്ഷേപം വേണം, എങ്ങനെ ആളുകൾക്ക് വാങ്ങാം എന്നൊക്കെ നോക്കുന്നതാണ്. ഇതിലൊന്നും ഈ പൂർണ്ണ വിദേശ നിക്ഷേപം അമേരിക്ക അനുവദിച്ചിട്ടില്ല. കാരണം ഈ വിനിമയ രംഗങ്ങളാണല്ലോ, വാർത്താവിനിമയം. അത് എല്ലായിടത്തും അതങ്ങനെ, ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ വളരെ വൈകിയാണ് വിദേശ നിക്ഷേപം ചെറിയ തോതിൽ അനുവദിച്ച് തുടങ്ങിയത് തന്നെ. കാരണം അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ 400 മില്യൺ ഡോളറാണ് ഇതിൻ്റെ കടം ഉണ്ടായിരുന്നത്. ആ കടം ഇയാൾ ഇപ്പോൾ ഏറ്റെടുത്തു. അതിൽ 280 മില്യൺ ടേം ലോണാണ്, 135 മില്യൺ റിവോൾവിങ് ക്രെഡിറ്റ്. ഇങ്ങനെ ബാങ്കുകളോ ഒക്കെ കൊടുത്തിട്ടുള്ള കടം ഇയാൾ ഏറ്റെടുക്കുകയാണ് ആ സ്ഥാപനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് അങ്ങനെ കടം എടുത്തിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ കട ഏറ്റെടുക്കുമ്പോൾ 40% ഇതിൻ്റെ ഓഹരികൾ ഇയാളുടെ കയ്യിൽ വരിക. ഈ ഒഡാസി എന്ന് പറഞ്ഞ റേഡിയോ ശൃംഖലയുടെ 40% ഇയാളുടെ കയ്യിൽ വരുന്നു ഉടമസ്ഥത. കമ്മീഷൻ ഇയാൾക്ക് അനുകൂലമായ നിലപാടെടുത്തതായിട്ട് ആരോപണം. കാരണം കമ്മീഷനിൽ 3 ഡെമോക്രാറ്റുകൾ, 2 റിപ്പബ്ലിക്കൻസുമാണ്. അപ്പോൾ 3 ഡെമോക്രാറ്റുകൾ ഇയാൾക്ക് അനുകൂല നിലപാടെടുത്തു. ആ 2 റിപ്പബ്ലിക്കൻസ് എതിർക്കുകയും ചെയ്തു. അത് എതിർക്കാനുള്ള കാര്യം എന്താ? വിദേശ കമ്പനികൾ 25% മാത്രമേ വിദേശ നിക്ഷേപം ഇത്തരം കാര്യങ്ങളിൽ അനുവദിക്കുള്ളൂ. 25%. 40% വന്നല്ലോ, ഇത് 15%. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് സോറോസ് വിദേശ ഫണ്ടാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് കമ്മീഷനോട് ഇയാൾ ഇളവ് ചോദിച്ചു. ഈ അനധികൃതമായ പരിപാടികളൊക്കെ ചെയ്ത ശേഷം കമ്മീഷനോട് ഇത് ഇളവ് ചോദിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുമതി വേഗത്തിലാക്കി തരണം എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഇങ്ങനെ ഒരു വിദേശ നിക്ഷേപം വന്നാൽ ഇതിൻ്റെ റിവ്യൂ ഉണ്ട്, അവലോകനം. ആ റിവ്യൂ എന്ന് പറയുന്ന സംഗതി 1 കൊല്ലം എടുക്കും. ആ റിവ്യൂ ഒന്നും നടത്താതെ പെട്ടെന്ന് ഇത് ചെയ്തു തരിക. 1 കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 1 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടിയില്ല. അതിന് മുമ്പ് ട്രംപിനെ തോപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ആശയപ്രചരണം നടത്തണം. ആശയപ്രചരണം ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വിൽക്കുകയും ചെയ്യുമായിരിക്കും. തൽക്കാലത്തെ പരിപാടി കഴിഞ്ഞാൽ അത് വേഗമാക്കി അപ്പോൾ അത് വേഗമാക്കി കൊടുത്തു. റിവ്യൂ ഒന്നും ഇല്ലാതെ ഈ കമ്മീഷൻ ഇയാൾക്ക് വേഗമാക്കി കൊടുത്തു. അപ്പോൾ ദേശീയ സുരക്ഷാ റിവ്യൂ ആണിത്. ഇത് നമ്മുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. ആ റിവ്യൂ നടന്നിട്ടില്ല ഇതിൻ്റെ അകത്ത്. അങ്ങനെ നടക്കാതെ ആദ്യമായിട്ടാണ് ഒരു അനുമതി ഇപ്പോൾ അവിടെ ഈ കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ പല മാധ്യമ സ്ഥാപനങ്ങളും മുമ്പ് ഏറ്റെടുത്ത് പോയിട്ടുണ്ട്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ
ഈ വിദേശ നിക്ഷേപം 25% സ്വീകരിച്ചതെന്ന് അർത്ഥം. ഇയാൾ ചെയ്ത പോലെയല്ല. പല സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപം കൊണ്ട് എടുത്തു പോയിട്ടുണ്ട് മുമ്പ്. ക്യുമുലസ് മീഡിയ 2018, ഐ ഹാർട്ട് 2019, ലിബർമാൻ TV 2019, ഫ്യൂഷൻ കണക്ട് 2019, വിൻസ് സ്ട്രീം ഹോൾഡിങ്സ് 2020, അമേരിക്ക TV സ്ട്രീം 2021, ആൽഫ 2021. ഇതൊക്കെ ഇങ്ങനെ വേറെ ആളുകൾ ഏറ്റെടുത്ത് പോയ സ്ഥാപനങ്ങളാണ്. അതിലൊക്കെ ഈ ഒരു കൊല്ലത്തെ ദേശീയ സുരക്ഷാ റിവ്യൂ നടന്നിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതാണ് റിവ്യൂ ചെയ്യാതെ. അപ്പോൾ മുമ്പ് ട്രംപ് പ്രസിഡൻ്റായിരുന്നപ്പോൾ നിയമിച്ചിരുന്ന ഒരു കമ്മീഷണർ നാഥാൻ സിമിങ്ടൺ ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന സോറോസിന് അനുകൂലമായി ഈ നടന്നിരിക്കുന്ന ഈ വൃത്തികെട്ട നീക്കത്തിനെ അപലപിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുമുണ്ട്. അങ്ങേര് പറഞ്ഞു പാപ്പരായ കമ്പനിക്ക് ഇളവാകാം, ചില ഇളവുകളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലൊരു കമ്പനി പാപ്പരായി, അത് വീണ്ടും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചില ഇളവുകൾ കൊടുക്കാം. പക്ഷേ ഇതിലങ്ങനെയല്ല, അതല്ല ചെയ്തിരിക്കുന്നത്. ഇതിൽ എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂട് കാലമൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ വേനൽ. വെള്ളിയാഴ്ച ഇവർ വീക്കെൻഡ്സൊക്കെ ആഘോഷിക്കാനായിട്ട് പോകുമല്ലോ. ആ വെള്ളിയാഴ്ച കമ്മീഷണർമാർക്ക് പെട്ടെന്ന് ഓഫീസിൽ വാ എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചു. എന്നിട്ട് 48 മണിക്കൂർ മുമ്പാണ് നോട്ടീസ് കൊടുക്കുന്നത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബുധനാഴ്ച നോട്ടീസ് കൊടുക്കുന്നു, വെള്ളിയാഴ്ച നിങ്ങൾ ഹാജരായിരിക്കണം എന്ന് പറഞ്ഞ് കമ്മീഷണർ. പൊതു താല്പര്യം നോക്കില്ല എന്ന് വളരെ വ്യക്തം. കാരണം പെട്ടെന്ന് ഇവിടുന്ന് ഒരു സമ്മർദ്ദം വന്നിട്ട് സോറോസ് എത്ര കുറച്ച് പൈസ ഡെമോക്രാറ്റ്സിന് കൊടുത്തിട്ടുണ്ടാവും എന്ന് വളരെ വ്യക്തമാണല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഫൗണ്ടേഷൻ ഇങ്ങനത്തെ കൊടുക്കാറുണ്ട്, അങ്ങനെ പെർമിറ്റഡുമാണ്. ഇപ്പം മകനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അലക്സാണ്ടർ. പൊതു താല്പര്യം നോക്കിയിട്ടില്ല. ചെയർമാൻ അല്ലാതെ, ഈ ചെയർമാൻ ഒരു സ്ത്രീയാണ് ഈ കമ്മീഷൻ്റെ, അവരല്ലാതെ വേറെ അവർ തന്നെത്താനെ അവരോട് തന്നെ ആലോചിച്ചിട്ടുള്ളൂ, വേറെ ആരോടും ആലോചിച്ചിട്ടുമില്ല. ട്രംപ് തന്നെ നിർദ്ദേശിച്ചിരുന്നൊരു കമ്മീഷണർ ബ്രണ്ടൻ കാർ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇല്ല, ഇതിലിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര വേണമെങ്കിലും വൃത്തികേടുകൾ ചെയ്യാം, ഇത് കുറുക്ക് വഴിയാണ് എന്ന് ട്രംപ് കമ്മീഷണറായിട്ട് നിർദ്ദേശിച്ചിരുന്ന ഒരാൾ പറഞ്ഞു. ഇത് ഈ റേഡിയോയ്ക്ക് ഭയങ്കരമായ സ്വാധീനമുള്ള ചില ഏരിയകളുണ്ട്. പെൻസിൽവാനിയ, വിർജീനിയ, ഫ്ലോറിഡ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളാണ്. ട്രംപിന് വളരെയധികം അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലൈനും കൂടി ഇതിൻ്റെ അകത്ത് സോറോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജനുവരിയിലാണ് ഇത് പാപ്പരാകാൻ തുടങ്ങിയത്, ജൂണിൽ ഏതാണ്ടൊക്കെ മുഴുവനായി. ഏപ്രിലിൽ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ചിപ്പ് റോയ് ആണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. ഒരു റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം തന്നെയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. ഇങ്ങനൊരു നീക്കം നടക്കുന്നു എന്നുള്ളത്. 400 മില്യൺ ആണ് സോറോസ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് ഏറ്റെടുക്കുമ്പോൾ. ഇത് സോറോസ് മൊത്തം 6.7 ബില്യൺ സ്വത്തുള്ള ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 140 മില്യൺ അയാൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിക്കാറുണ്ട്. അത് കൊടുക്കുന്ന മുഴുവൻ ഇയാൾക്ക് പല പോഷക സംഘടനകളുണ്ടല്ലോ, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അല്ലാതെ അങ്ങനെ പല സംഘടനകൾ വഴിയാണ് ഈ ഡെമോക്രാറ്റുകൾക്ക്. ഇതിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇനിയിപ്പോൾ ട്രംപിനെതിരായി തീരുമോ? ഇപ്പോൾ ട്രംപിന് എതിരായിട്ട് കുറേ ശബ്ദങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അല്ല, ട്രംപിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണയും സംഭവിച്ചത് ഈ മാധ്യമങ്ങൾ, ഈ സർവേ, ഇതൊക്കെ പുള്ളിക്ക് എതിരായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ ഇയാൾക്ക് പ്രാന്താണ്, വട്ടനാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എതിരായിരിക്കും. പക്ഷേ അവസാനം അതങ്ങനെയല്ല വരിക. കാരണം ഇയാൾ അമേരിക്കയോടുള്ള ഇയാളുടെ സ്നേഹത്തിനെ പറ്റി അമേരിക്കക്കാർക്കൊരു ബോധ്യമുണ്ട്. മറ്റേത് ഈ ലെഫ്റ്റ് ലിബറലുകൾ ഒക്കെ ഈ കാട്ടിക്കൂട്ടുന്ന, എല്ലായിടത്തും അവർ ഒരുപോലെയാണല്ലോ കാട്ടിക്കൂട്ടുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ്. മനസ്സിലാക്കി ഇപ്പം ട്രംപിന് തന്നെയാണോ സാധ്യത? ഇപ്പോഴത്തെ നിലയ്ക്കൊക്കെ അങ്ങനെയാ, ചെറിയ വ്യത്യാസം അല്ലേ. എന്നിട്ടും
മാധ്യമങ്ങൾ ഇത്രയൊക്കെ സർവേ ചെയ്തിട്ടും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അതെ, കമലാ ഹാരിസ് കമലാ ഹാരിസിനാണ് മുൻതൂക്കം എന്നാണ് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ 2% എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല. അത് ഇതിനു മുമ്പ് ട്രംപ് ജയിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ട്രംപ് തോൽക്കും എന്ന് പറഞ്ഞിട്ടാണ് മുമ്പൊക്കെ വന്നിട്ടുള്ളത് ഈ സർവേ റിപ്പോർട്ടുകളുമൊക്കെ. അവസാനം ട്രംപ് കടന്നുകൂടുകയും ചെയ്യും. അപ്പോഴും എന്തെങ്കിലുമൊക്കെ ആരോപണമായിട്ട് ഇവർ രംഗത്തൊക്കെ വരും. സോവിയറ്റ് യൂണിയൻ ഇടപെട്ടു, മറ്റവരിടപെട്ടു, മറിച്ചവരിടപെട്ടു, ഇന്ന ആളുകൾ പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ എക്സെൻട്രിസിറ്റീസൊക്കെ കാണുമായിരിക്കും, മണ്ടത്തരമൊക്കെ പറയുമായിരിക്കും. പക്ഷേ ആ രാജ്യത്തോടുള്ള കൂറ് എന്ന് പറയുന്നത് വലിയ പ്രധാനമാണ്. മറ്റുള്ളവരങ്ങനെയല്ലല്ലോ, അട്ടിമറി പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ നടക്കാൻ പോലും വയ്യാത്ത ബൈഡനെ സഹിക്കേണ്ടി വരുമായിരുന്നല്ലോ അവർക്ക്. ബൈഡനായിരുന്നെങ്കിൽ സോറോസ് ഇതുപോലെ പൈസയും കൊടുക്കില്ലായിരുന്നു. കമലാ ഹാരിസ് വരുന്നതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ കൈ അയച്ച് സാധാരണത്തിൽ പൈസ കൊടുക്കും. ഇപ്പം അതിന് പുറമെ ഈ റേഡിയോ സ്റ്റേഷനുകളും കൂടി വാങ്ങിയിട്ട് കമലാ ഹാരിസിനെ വിജയിപ്പിക്കാനുള്ള അങ്ങേരുടെ ഒരു നീക്കമാണ് ഇപ്പം ചീങ്കണ്ണിയായിട്ടുള്ള ഈ സോറോസ് നടത്തിയിരിക്കുന്നത്. അതെ, അതാണ് നടത്തിയിരിക്കുന്നത്. ഇത്രയും ഇപ്പം ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്, ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത്തരം ആളുകൾ ഈ റേഡിയോ ഒന്നും കേൾക്കാതെ അത് പാപ്പരായ അവസ്ഥയിലേക്ക് തന്നെ പോകാനും മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.